നമസ്കാരം. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് അയ്യപ്പ ധർമ്മ സംരക്ഷണ സമിതി ചെയർമാനായിരുന്ന ഇപ്പോൾ നിലവിൽ ചെയർമാനാണ്, രാജിവെച്ചിട്ടില്ല. CPM വന്ന ശേഷവും തുടരുകയാണ്. ശ്രീ കൃഷ്ണകുമാറാണ്. അയ്യപ്പ ധർമ്മ സംരക്ഷണ സമിതി രൂപീകരണവും നാമജപ ഘോഷയാത്രയും ഒരുപക്ഷെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കേരളം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച ഒരാൾ എന്ന് തന്നെ പറയാൻ കഴിയും. BJPയുടെ പ്രവർത്തകനായിരുന്നു, BJPയുടെ നേതാവായിരുന്നു. അങ്ങനെ ശബരിമല UDFനും BJPക്കും വലിയ രാഷ്ട്രീയ ആയുധമായി മാറാൻ കഴിയുന്ന രൂപത്തിൽ ആ സമരത്തെ മാറ്റിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച കൃഷ്ണകുമാറാണ് നമ്മളൊപ്പം ഉള്ളത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം BJPയിൽ നിന്ന് രാജിവെച്ച് CPMലേക്ക് വരികയും CPMൽ ചേരുകയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് അത്തരമൊരു തീരുമാനമെടുത്തത്, എന്താണ് അതിലേക്ക് നയിച്ചത്, എങ്ങനെയാണ് അയ്യപ്പ ധർമ്മ സംരക്ഷണ സമിതി രൂപീകരിച്ചത്, ആ അയ്യപ്പ ധർമ്മ സംരക്ഷണ സമിതി എങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു വലിയ മൂവ്മെൻറ്റിന്, ഒരു പ്രസ്ഥാനത്തിൻ്റെ തുടക്കമായത് എന്നതിനെക്കുറിച്ചൊക്കെ, അതിൽ RSSും BJPയും UDFും എന്തൊക്കെ രീതിയിലാണ് ഇടപെട്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായി നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തെ നമുക്ക് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. കൃഷ്ണകുമാർ, നമുക്കിപ്പം അയ്യപ്പ ധർമ്മ സംരക്ഷണ സമിതി ഒരുപക്ഷെ ശബരിമലയുടെ ചരിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മൂവ്മെൻ്റ് ആയിരുന്നു. തീർച്ചയായിട്ടും. അതിൻ്റെ ഒരു രൂപീകരണം എങ്ങനെയായിരുന്നു? 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം സ്വാഭാവികമായും വിശ്വാസികൾ എല്ലാം വളരെ വേദനയിലായി. ഞാൻ ആ സമയം പന്തളം 18 കരയുടെ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചു വരികയാണ്, പന്തളം മഹാദേവ ക്ഷേത്രത്തിൻ്റെ. ഈ വിധി വന്നതിന് ശേഷം അടിയന്തരമായി ഞാൻ എൻ്റെ സഹപ്രവർത്തകരുമായി ആലോചിച്ച്, പന്തളം രാജകൊട്ടാരവുമായി ആലോചിച്ച് ഒരു ചെറിയ പ്രതിഷേധ പരിപാടി 29 നിശ്ചയിക്കപ്പെട്ടു. 10-30 പേരെ അതിലുണ്ടാവുള്ളൂ എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും 650ഓളം പേർ ആ ചെറിയ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. വലിയോയ്ക്കൽ ക്ഷേത്രത്തിൽ അത് സമാപിപ്പിച്ച് 650 പേർ പങ്കെടുത്ത ആ പ്രതിഷേധ യോഗത്തിൽ നിന്നും 13 പേരെ സെലക്ട് ചെയ്ത് പന്തളം രാജകൊട്ടാരത്തിൻ്റെ നേതൃത്വത്തിൽ അയ്യപ്പ ധർമ്മ സംരക്ഷണ സമിതി രൂപീകരിച്ചു. ഈ 650 പേർ പങ്കെടുക്കാനിടയായ അതെങ്ങനെയാണ് അവരെ സംഘടിപ്പിച്ചത്? അവരെ സംഘടിപ്പിക്കുക, ഈ രാവിലെ വിധി വന്നതിന് ശേഷം നമ്മുടെ സഹപ്രവർത്തകർ കൂടിയാലോചിച്ച് ഫേസ്ബുക്കിൽ കൂടി ഈ ഒരു സന്ദേശം അയച്ചു നോക്കി. വൈകിട്ടൊരു പ്രതിഷേധ യോഗം കൂടുന്നതിനെപ്പറ്റി ഒരു സന്ദേശം അയച്ചു. ആ സന്ദേശം എങ്ങനെയാണ് വിശ്വാസികൾ സ്വീകരിക്കുന്നതെന്ന് പരിശോധിച്ചപ്പോൾ ഫേസ്ബുക്കിൽ വലിയ അനുകൂലമായ ഒരവസ്ഥ ഉണ്ടായി. എന്നിരുന്നാലും സുപ്രീം കോടതിയുടെ വിധിയായതുകൊണ്ട് പ്രതിഷേധ പ്രകടനത്തിൽ കാര്യമായ പങ്കാളിത്തം ഉണ്ടാകില്ല എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ആ പ്രതിഷേധത്തിൽ ഏതാണ്ട് 650ഓളം പേർ പങ്കെടുത്തപ്പോൾ അവിടെ വെച്ച് തന്നെയാണ് പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ പാടില്ല എന്നും പ്രതിഷേധം നാമജപത്തിലൂടെ നടത്താമെന്നും നിശ്ചയിക്കപ്പെട്ടത്. അങ്ങനെയാണ് നാമജപ പ്രതിഷേധം തീരുമാനിക്കുന്നത്. ഈ ഘട്ടത്തിലൊന്നും RSSോ BJPയോ UDFോ ഒരു ബന്ധവും നേതാക്കളാരുമില്ല, കൊട്ടാരം പോലുമില്ല. പന്തളം കൊട്ടാരത്തെ നമ്മളെ ബന്ധപ്പെട്ട് പന്തളം കൊട്ടാരം ഉടൻ തന്നെ ആ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങി വന്നു. നാമജപ പ്രതിഷേധമാണെന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ പന്തളം കൊട്ടാരം ആത്മാർത്ഥമായി തന്നെ അതിനോട് സഹകരിച്ച് വന്നു. അങ്ങനെ പന്തളം കൊട്ടാരത്തിൽ എത്തി പന്തളം കൊട്ടാരത്തിൻ്റെയും കൂടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് പന്തളം രാജകൊട്ടാരം പുറപ്പെടുവിക്കുന്ന ഉത്തരവ് എന്ന നിലയിൽ തന്നെയാണ് തുടർ പ്രക്രിയകളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അത് അയ്യപ്പധർമ്മ സംരക്ഷണ സമിതിയുടെ രക്ഷാധികാരി സ്ഥാനത്ത് പന്തളം രാജകൊട്ടാരവും ചെയർമാൻ സ്ഥാനത്ത് ഞാനും ബാക്കി വരുന്ന 13 അംഗങ്ങളും ചേർന്നുകൊണ്ടാണ് തുടർ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഈ സമയത്ത് RSSൻ്റെയോ BJPയുടെയോ കോൺഗ്രസിൻ്റെയോ CPMുമായി ബന്ധപ്പെട്ടോ ആരും തന്നെ ആ പരിപാടികളിൽ ഇല്ലായിരുന്നു. കാരണം ഇവരെല്ലാം സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കണമെന്ന നിലപാടുകാർ ആയിരുന്നു. 29, 30, 1 3 ദിവസക്കാലമായി നടത്തിയ വലിയ പ്രചരണം, അതിൽ പന്തളം രാജകൊട്ടാരത്തിൻ്റെ വില വളരെ വലുതാണ്. പന്തളം രാജകൊട്ടാരം അവർക്ക് എത്തിപ്പെടാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും ഈ സന്ദേശം എത്തിക്കുകയും
അതിന് ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തുകയും അതുവഴി ഞങ്ങൾ 13 പേരും അതനുസരിച്ചുള്ള ഒരുമയോടെയുള്ള പ്രവർത്തനവും നടത്തിയപ്പോൾ വിശ്വാസികൾ ഇതങ്ങ് ഏറ്റെടുത്തു. മാധ്യമങ്ങൾ അന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പങ്കെടുക്കുന്നവരുടെ ഒരു എണ്ണം ഉണ്ടെങ്കിൽ പോലും 100,000-ഓളം പേർ പങ്കെടുക്കുമെന്ന് ഞാൻ ആവേശത്തോടുകൂടി പറഞ്ഞു. പക്ഷേ അത് അക്ഷരാർത്ഥത്തിൽ ഫലിക്കുന്നത് പോലെ ഏതാണ്ട് അതിനടുത്തോളം ഭക്തജനങ്ങൾ, പ്രത്യേകിച്ച് അമ്മമാർ, സ്ത്രീകൾ ഒഴുകിയെത്തുകയായിരുന്നു. അപ്പോഴും രണ്ടാമത് നടത്തിയ ഈ പ്രതിഷേധത്തിൽ 100,000-ഓളം ആളുകൾ ഒക്ടോബർ 2 സഹന സമരം എന്ന സന്ദേശമാണ് നൽകിയത്. അപ്പോഴും RSSഉം BJP UDF നേതാക്കളും ഇതിന്റെ പിറകെ ഒരു ബന്ധവുമാർക്കില്ല. യാതൊരു ആ സമയത്ത് കൊട്ടാരം സജീവമായിട്ടുണ്ട്. കൊട്ടാരമാണ് പിന്നെ അതിന്റെ മുന്നിൽ നിന്നത് മുഴുവൻ കൊട്ടാരമാണ്. പിന്നെ RSSഉം നേതാക്കൾ എങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്? RSSനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ സംസ്ഥാന തലത്തിൽ 2 അഭിപ്രായം നിലനിന്നിരുന്നു. 70% അധികാരികളും സ്ത്രീകൾ ശബരിമലയിൽ കയറണമെന്ന നിലപാടായിരുന്നു. 30% അത് പാടില്ല എന്ന നിലപാടിലുമായിരുന്നു. അത് ആ സമയത്തെ ജന്മഭൂമി പത്രത്തിലും അവരുടെ ലേഖനങ്ങളിലും വ്യക്തമായി വന്നിട്ടുള്ളതുമാണ്. അഖില ഭാരതീയ തലത്തിലും സ്ത്രീ പ്രവേശനമാകാമെന്നുള്ള നിലപാടുകൾ ആയിരുന്നു. ഈ ഒരു തർക്കം നിലനിന്നതുകൊണ്ട് നിലനിൽക്കുന്ന സമയത്തു തന്നെ പന്തളത്തെ നാമജപ ഘോഷയാത്ര കഴിഞ്ഞിട്ട് അത് കേരളത്തിലെ എല്ലാ ഭാഗത്തും ഏറ്റെടുത്തു. അത് കേരളം വിട്ടുള്ള സംസ്ഥാനങ്ങളിലും ഏറ്റെടുത്തു. സ്റ്റേറ്റിൻ്റെ പിന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകും. പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകളും അതുപോലെ തന്നെ ഇതിൻ്റെ സമരങ്ങളും നാമജപ ഘോഷയാത്രകളും നടന്നു. ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അതിനും ഒരു പിറകിൽ ഏതെങ്കിലും ഒരു സംഘടനകളുടെ പിൻബലമുണ്ടായിരുന്നു? ഒന്നുമില്ല. പന്തളം കൊട്ടാരത്തിൻ്റെ ആ ഒരു ഉത്തരവിനെ സന്തോഷത്തോടുകൂടി ആളുകൾ ഏറ്റെടുത്തുകൊണ്ട് അതിനാവശ്യമായിട്ട് അതാത് സ്ഥലങ്ങളിൽ ഒരു സമിതി രൂപീകരിച്ച് നാമജപ ഘോഷയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ശരിയാണ്. അപ്പോൾ RSSന്റെ വരവ് നേരത്തെ 70% ആളുകൾ എതിർപ്പായിരുന്നു എന്ന് പറഞ്ഞു. അത് തുടർന്നു. ആ തർക്കം തുടർന്ന് അവസാനം ഒക്ടോബർ മാസം 8-ാം തീയതി 28-ാം തീയതി വിധി വന്ന് ഒക്ടോബർ മാസം 8-ാം തീയതി വരെ ആ തർക്കം നിലനിന്നത് കൊണ്ടാണ് ആ സമയങ്ങളിലെങ്ങും അവരൊരു നിലപാടെടുക്കാൻ കഴിയാതെ നിന്നുപോയത്. ഒക്ടോബർ 8-ാം തീയതിയാണ് പിന്നീട് ശബരിമല കർമ്മസമിതി രൂപീകരിച്ചുകൊണ്ട് RSS സ്ത്രീകൾ പ്രവേശിക്കുന്നത് പാടില്ല എന്ന നിലപാടുമായി എത്തുന്നത്. ഈ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി സ്ത്രീകൾ ശബരിമലയിൽ കയറണമെന്ന അഭിപ്രായമുള്ളവരായിരുന്നു. കോൺഗ്രസ് സ്ത്രീകൾ ശബരിമലയിൽ കയറണമെന്ന അഭിപ്രായമായിരുന്നു. വിധി വന്ന ദിവസം ഇവരുടെ അഭിപ്രായങ്ങളൊക്കെ ഈ നാമജപ ഘോഷയാത്രയോട് ഞെട്ടിപ്പോയി. വിധി വന്ന ദിവസം ഇപ്പോഴത്തെ കൊല്ലം DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ ഈ സുപ്രീം കോടതി വിധിയോടുകൂടി എൻ്റെ പൊതുപ്രവർത്തന ജീവിതം ധന്യമായെന്നാണ് ഉപയോഗിച്ചത്. ആ വാക്കാണ് ഉപയോഗിച്ചത്. അപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാടതായിരുന്നു. അതിന് യാതൊരു സംശയവും കാര്യത്തില്ല. അത് കഴിഞ്ഞ് BJP ഇക്കാര്യത്തിൽ സംസ്ഥാന കമ്മിറ്റി കൂടി ഇതിനെ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടന്നു. സ്വാഭാവികമായും പന്തളത്തുനിന്ന് നാമജപ ഘോഷയാത്ര തുടങ്ങിയപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില ബന്ധങ്ങൾ ഉണ്ടാകാമല്ലോ. ആ സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനമെടുത്തു, ശബരിമല ആരാധനാ കേന്ദ്രമാണെന്നും ലോകം മൊത്തമുള്ള എല്ലാ ജാതി മതസ്ഥരും ആരാധിക്കപ്പെടുന്ന കേന്ദ്രമാണെന്നും അവിടം ഒരു തരത്തിലുള്ള സമരങ്ങൾക്കോ മറ്റു തരത്തിലുള്ള കുഴപ്പങ്ങൾക്കോ ഇടയാക്കുന്ന സ്ഥലമാക്കാൻ പാടില്ല എന്ന് BJPയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ തീരുമാനമെടുത്തു. ആ തീരുമാനം മിനിറ്റ്സിൽ വ്യക്തമാണ്. ആ തീരുമാനം എടുത്തത് ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ്റെയും കൂടെ സാന്നിധ്യത്തിലാണ്. ആ തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് അദ്ദേഹം കാട്ടിൽ കൂടി ചില സഹപ്രവർത്തകരോടൊപ്പം ശബരിമലയിലെത്തി. ഈ സമയത്ത് എല്ലാ ഭാഗങ്ങളിലും സമാധാനപരമായി നാമജപഘോഷയാത്ര നടക്കുന്നു. സ്വാഭാവികമായും ഗവൺമെൻറ് അതിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നു. ഗവൺമെൻറ് അടിയന്തരമായി ചർച്ചയ്ക്ക് വിളിക്കുന്നു. ഒരു 16-നായിരുന്നു. 16-നായിരുന്നു, ഒക്ടോബർ 16. അതിനകത്ത് പങ്കെടുത്ത് എത്രയും വേഗം അതിന് പ്രശ്നപരിഹാരം ഉണ്ടാകണം
എന്നുള്ള നിലപാടായിരുന്നു പന്തളം രാജകൊട്ടാരത്തിൽ നിന്ന് ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. നിർഭാഗ്യവശാൽ എവിടം കൊണ്ടോ ആ ചർച്ചയിൽ പങ്കെടുക്കേണ്ട എന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഞാൻ സംശയിക്കുന്നത്. അത് 16-ാം തീയതി സംഭവിച്ച് കഴിഞ്ഞ അടുത്ത ദിവസം മുതലാണ് 17 മുതലാണ് ശബരിമല യുദ്ധഭൂമിയായി മാറുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായ ഒരു അജണ്ട ശബരിമലയെ അല്ലെങ്കിൽ വിശ്വാസികളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇത് മുന്നോട്ട് നീങ്ങുമ്പോൾ എടുത്തൊരു നിലപാട്, സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്ത അഫിഡവിറ്റ്, ആ അഫിഡവിറ്റിൽ കൃത്യമായി ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്ര തന്ത്രി, മതാചാര്യന്മാർ, ആചാര്യ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടവർ അടങ്ങുന്ന സമിതി രൂപീകരിച്ച് അവരുടെ ഒരു റിപ്പോർട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കമ്മീഷനെ വെച്ച് വാങ്ങി ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാകണം ഈ വിഷയത്തിലുള്ള വിധി ഉണ്ടാകേണ്ടത് എന്ന് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു. പക്ഷെ അത് വേണ്ടത്ര ഹൈലൈറ്റ് ചെയ്തു വന്നില്ല. അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയതും അത് റിവ്യൂ പെറ്റീഷനിലൂടെ ഗവൺമെൻറ്റിലൂടെ കൂടുതൽ ശക്തമായി നടപ്പാക്കാനാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. 16-ാം തീയതി ചർച്ച പരാജയപ്പെട്ടപ്പോൾ ഇത് മുഴുവൻ താളം തെറ്റി. അപ്പോഴും പിന്നെ സർക്കാർ നിലപാട് എന്ന് പറയുന്നത് സ്ത്രീകൾ ശബരിമല കയറണം എന്ന നിലപാടാണ് സർക്കാരിൻ്റേത് എന്ന നിലപാടായിരുന്നു പിന്നെ പ്രമുഖ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, UDF പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊളിപ്പിച്ചു വെച്ചു. അതായത് സർക്കാരിൻ്റെ ഈ അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ കാണുന്നതും നമ്മളെല്ലാം കേട്ടറിവുള്ളതും തന്ത്രിയാണ് ക്ഷേത്രത്തിൻ്റെ പരമാധികാരി. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം തന്ത്രിയോടൊപ്പം തന്നെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന പന്തളം കൊട്ടാരമാണ് അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളത്. അപ്പോൾ തന്ത്രിയും പന്തളം കൊട്ടാരവും കൂടി ഇരുന്ന് സർക്കാരുമായിട്ട് ചർച്ച നടത്തി ഈ റിവ്യൂ പെറ്റീഷൻ അടിയന്തരമായി കൊടുക്കണം. ആ റിവ്യൂ പെറ്റീഷനിൽ ഈ പോയിൻ്റ് ശക്തിപ്പെടുത്തണം. അത് ഗവൺമെൻറ് കൂടുതൽ റിസ്ക് എടുക്കണം. ആ റിസ്ക് എടുപ്പിക്കാൻ വേണ്ടിയാണ് ഈ നാമജപ ഘോഷയാത്ര നടത്തിയത്. പക്ഷേ അതിനെ മറ്റൊരു തരത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി. അത് 16-ാം തീയതിക്ക് ശേഷം നടന്ന ശബരിമലയിലെ സമര കാഹളത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്, BJPയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് ആരുടെ താല്പര്യം സംരക്ഷിക്കുവാൻ 50,000-ഓളം വരുന്ന നാമജപഘോഷയുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇത്രയും പേരെ ബലിയാടാക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അവരെ മുഴുവൻ വിറ്റ് സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണോ സുരേന്ദ്രൻ ഇതിനെ സമരഭൂമിയാക്കിയതെന്നാണ് എൻ്റെ സംശയം. ഈ മാറിയ സാഹചര്യത്തിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്ന നിലപാടിലേക്ക് സർക്കാർ വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ അക്കാര്യം പറഞ്ഞു. തീർച്ചയായിട്ടും. പക്ഷേ ചർച്ചയിലൂടെ പരിഹരിക്കും, വിധിക്ക് ശേഷം ചർച്ചയിലൂടെ പരിഹരിക്കും എന്ന് പറയുന്നതിനപ്പുറത്ത് ഈ മതാചാര്യന്മാരെ അതോടൊപ്പം തന്ത്രിമാരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ട് ശബരിമല വിഷയം പരിഗണിക്കണം, അല്ലെങ്കിൽ അതും കൂടി പിന്നെ സുപ്രീം കോടതി പരിഗണിക്കണം, അതിനുവേണ്ടി സർക്കാർ ശ്രമിക്കുമെന്ന രൂപത്തിലേക്ക് എന്തുകൊണ്ട് ചർച്ചയെ മാറ്റിക്കൊണ്ടുവരാൻ കഴിയുന്നത്? അവിടെയാണ് അത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. സർക്കാർ അതിന് തയ്യാറാകുമെന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. അതാണ് തന്ത്രിയും പന്തളം കൊട്ടാരവും ആചാര്യശ്രേഷ്ഠന്മാരുടെ സർക്കാരുമായി ചർച്ച ചെയ്താൽ 1 മണിക്കൂർ കൊണ്ട് ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കൊടുക്കേണ്ട അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ ഇവരുടെ റിപ്പോർട്ടൂടെ ശക്തിപ്പെടുത്തിയാൽ അനുകൂലമായ വിധി ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഏതെങ്കിലും കാരണവശാൽ പന്തളം കൊട്ടാരത്തിൻ്റെയും തന്ത്രിയുടെയും ആചാര്യന്മാരുടെയും റിപ്പോർട്ട് സുപ്രീം കോടതി പരിഗണിക്കാതെ പോയാൽ, 7-അംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കാതെ പോയാൽ, നിലനിൽക്കുന്ന വിധി വീണ്ടും അതുപോലെ തുടരട്ടെ എന്ന് പറഞ്ഞാലും ഗവൺമെൻറ്റും ഇതേ സംഘടനകളുമായിട്ട് പരമാവധി സമവായത്തിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങളുണ്ടല്ലോ. വേണ്ട, രാഷ്ട്രീയ ആയുധമാക്കുന്നവർ കേന്ദ്ര ഗവൺമെൻറ് കയ്യിലുണ്ടല്ലോ. BJPക്ക് 1% ആത്മാർത്ഥതയുണ്ടെങ്കിൽ
അത് ഞാൻ അന്നത്തെ BJP നേതൃത്വത്തോട് പലതവണ പറഞ്ഞതാണ്. 1% ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഒരു ഓർഡിനൻസ് ഇറക്കട്ടെ. നടക്കില്ല. അങ്ങനെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ മുന്നിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ഓർഡിനൻസ് ഇറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ UDF കൊണ്ടുവരുന്നു, നിയമം കൊണ്ടുവരുന്നു പറയും. പൊട്ടത്തരം. ഇതൊക്കെ ആരോട് പറയുന്ന കാര്യങ്ങളാണ്? ഇതൊക്കെ എല്ലാവരും ഈ സംസ്ഥാനത്ത് പഴയ കാലമല്ല രാഷ്ട്രീയം എന്നത് UDFും വ്യക്തമായി മനസ്സിലാക്കണം. കൊട്ടാരവും ഈ നിയമനിർമ്മാണം കൊണ്ടുവരാമെന്ന UDFിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്നുണ്ടാകും. അവർക്കും അത്തരം ഒരു ധാരണ ഉണ്ടാകും. അത് കൊട്ടാരത്തോട് ചോദിക്കണ്ട. എനിക്ക് കൊട്ടാരത്തിൻ്റെ നാളിതുവരെയുള്ള അനുഭവത്തിൽ അത്തരം മണ്ടത്തരങ്ങളിൽ നിന്നും കൊട്ടാരത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉൾക്കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരതേ സംബന്ധിച്ചൊക്കെ വളരെ വിദഗ്ധന്മാരുമായിട്ടൊക്കെ വിലയിരുത്തുകയും അഭിപ്രായപ്പെടുകയും ഇങ്ങനെ ഒരു കരട് ബില്ല് കൊണ്ടുവന്ന് ഒരു രാഷ്ട്രീയ തട്ടിപ്പ് നടത്തുന്നതിനകത്തൊന്നും കൊട്ടാരമൊന്നും വീഴുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, നേരത്തെ സൂചിപ്പിച്ചല്ലോ, ചർച്ച എന്ന് പറയുന്ന നമ്മുടെ അഫിഡവിറ്റിൽ, സർക്കാർ സമർപ്പിച്ച അഫിഡവിറ്റിൽ പറയുന്ന ആ പോയിന്റിലേക്ക് കാര്യങ്ങൾ അതിലൂന്നി നിന്ന് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതിന് വേണ്ടി സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയോ സർക്കാർ ഇടപെടാൻ അവിടെയാണ് ഉണ്ടാകേണ്ടത്. ആ കാര്യത്തിൽ പന്തളം കൊട്ടാരവും തന്ത്രി മുഖ്യന്മാരും അടിയന്തരമായി സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് NSSൽ പുതിയ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. 50,000-ഓളം കേസുകളുണ്ട്, 50,000-ഓളം ആളുകൾ പ്രതികളായിട്ടുള്ള കേസുകളുണ്ട്. അത്തരം നിരവധി കേസുകൾ പന്തളത്തും ഉണ്ടാവും. ഞാൻ 21 ദിവസം ജയിലിൽ കിടന്ന ആളാണ്. അത്തരം കേസുകൾ സർക്കാരിന് പിൻവലിക്കണം എന്നൊരു ആവശ്യത്തിലേക്ക് അതിനകത്ത് ന്യായമുണ്ട്. അതിനകത്ത് തികച്ചും NSS ഇന്ന് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ കുറച്ച് ന്യായം ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ തെരഞ്ഞെടുപ്പ് എത്താറായി, അതിനു മുമ്പ് തന്നെ ഇത്തരം ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയുണ്ടോ, സാധ്യതയുണ്ടോ? 100% സാധ്യതയുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം സാധ്യത ഉണ്ടാക്കേണ്ട കടമ പന്തളം കൊട്ടാരത്തിനും തന്ത്രി മുഖ്യന്മാർക്കും ഗവൺമെൻറ്റിനും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും എല്ലാം ഉണ്ട്. അപ്പോൾ ആര് മുൻകൈ എടുക്കും ചർച്ചയ്ക്ക്? മുൻകൈ എടുക്കുവാൻ അയ്യപ്പ ധർമ്മ സംരക്ഷണ സമിതി ചെയർമാൻ എന്ന നിലയിൽ 100% ഞാൻ മുൻകൈ എടുക്കാൻ തയ്യാറാണ്. അയ്യപ്പ ധർമ്മ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ ഇതിനകത്ത് മുൻകൈ എടുത്ത് ചർച്ച ചെയ്യിപ്പിച്ച് നമുക്ക് ഏതു മാർഗത്തിലൂടെ ഒരു പരിഹാരം കണ്ടെത്താമെന്നുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കമിടാൻ ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. ശബരിമല ഒരു രാഷ്ട്രീയ വിഷയമായി വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് വിശ്വാസികളെ തമ്മിലടിപ്പിച്ച് വീണ്ടും അല്ലെങ്കിൽ അത് കുറച്ച് വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വളരെ നിർണായകമായ ഒരു ഇടപെടൽ അയ്യപ്പ ധർമ്മ സംരക്ഷണ സമിതി ചെയർമാൻ എന്ന നിലയിൽ കൃഷ്ണകുമാർ ചെയ്യും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് വലിയ തുടക്കമാകട്ടെ. അത്തരമൊരു ചർച്ചയിലൂടെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും വളരെ വളരെ നല്ലൊരു കാര്യമെന്ന കാര്യം സംശയമില്ല. അത്തരമൊരു നീക്കം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് മുൻകൈ എടുക്കാൻ കൃഷ്ണകുമാർ തയ്യാറാണ്. അയ്യപ്പ ധർമ്മ സംരക്ഷണ സമിതി തയ്യാറാണ്. പന്തളം കൊട്ടാരം അതിന് തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തന്ത്രി അതിന് തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റ് എല്ലാ സംഘടനകളും അതിന് തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും എല്ലാവർക്കും നമസ്കാരം.